എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് പ്രോസസ് സിങ്ക്രണൈസേഷൻ. Process synchronization in operating system is the task of coordinating the execution of process in such a way that no two process can access the same shared data and resources. രണ്ട് പ്രോസസ്സുകൾക്ക് സെയിം ഷെയർഡ് ഡാറ്റയും റിസോഴ്സും ആക്സസ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ പ്രോസസ്സിന്റെ എക്സിക്യൂഷൻ കോർഡിനേറ്റ് ചെയ്യുന്ന ടാസ്ക് ആണെന്ത് പ്രോസസ് സിങ്ക്രണൈസേഷൻ. എന്താണ് രണ്ട് പ്രോസസ്സുകൾക്കില്ലേ, അതായത് ഒരേ ഷെയർഡ് ഡാറ്റയോ അല്ലെങ്കിൽ റിസോഴ്സോ ഒക്കെ ആക്സസ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ പ്രോസസ്സിന്റെ എക്സിക്യൂഷൻ കോർഡിനേറ്റ് ചെയ്യുന്ന ടാസ്ക് ആണെന്ത് പ്രോസസ് സിങ്ക്രണൈസേഷൻ. സോ പ്രോസസ്സുകൾക്ക് പരസ്പരം ഇടപെടാതെ തന്നെ റിസോഴ്സസ് ഒക്കെ സേഫ് ആയിട്ട് ഷെയർ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തുന്നതാണ് എന്ത് പ്രോസസ് സിങ്ക്രണൈസേഷൻ. ഇറ്റ് എയിംസ് ടു റിസോൾവ് ദി problem of race condition and other synchronization issues in a concurrent system. Race condition തുടങ്ങിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യലാണെന്ത് പ്രോസസ് സിങ്ക്രണൈസേഷന്റെ മെയിൻ എയിം. ഇപ്പൊ റേസ് കണ്ടീഷൻ എന്താണെന്നൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ് തന്നെ പഠിക്കുന്നതാണ്. To achieve this, various synchronization techniques such as semaphores, monitors and critical sections are used. ഇപ്പൊ സെമാഫോർ, മോണിറ്റർ, ക്രിട്ടിക്കൽ സെഷൻ അല്ലേ തുടങ്ങിയ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക പ്രോസസ് സിങ്ക്രണൈസേഷൻ അച്ചീവ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് സെമാഫോർ, മോണിറ്റർ, ക്രിട്ടിക്കൽ സെക്ഷൻ. പ്രോസസ് സിങ്ക്രണൈസേഷൻ എപ്പോഴാണ് ഹെൽപ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ സെയിം ടൈമിൽ റൺ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സെയിം ടൈമിൽ സെയിം ഡാറ്റ അല്ലെ അല്ലെങ്കിൽ റിസോഴ്സിലേക്ക് ഒന്നിൽ കൂടുതൽ പ്രോസസ്സിന് ആക്സസ് ഉള്ളപ്പോഴും ആണ്. പ്രോസസ് സിങ്ക്രണൈസേഷൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് മൾട്ടി പ്രോസസ് സിസ്റ്റത്തിലാണ്. സെയിം ടൈമിൽ സെയിം ഡാറ്റയെ ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ ആക്സസ് ചെയ്യുമ്പോൾ ഡാറ്റ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ നമ്മൾ പ്രോസസ്സുകളെ സിങ്ക്രണൈസ് ചെയ്തിട്ടാണ് ഇത്തരം റിഡൻഡൻസി റിമൂവ് ചെയ്യുന്നത്. സപ്പോസ് ഇപ്പം ഈ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ എക്സാമ്പിൾ നോക്കാം. ഈ അക്കൗണ്ടിൽ കറണ്ട് ബാലൻസ് എത്രയാണ് 500 രൂപയാണ്. രണ്ട് യൂസേഴ്സിന് ഈ അക്കൗണ്ടിലേക്ക് ആക്സസ് ഉണ്ട്, യൂസർ 1നും അതുപോലെ തന്നെ യൂസർ 2നും. ഇവിടെ യൂസർ 1ഉം യൂസർ 2ഉം ആ ഒരു ബാലൻസ് ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ്. പ്രോസസ് 1 എന്താ ചെയ്യുന്നത് വിത്ഡ്രോവലും അതുപോലെ തന്നെ പ്രോസസ് 2 എന്താ ചെയ്യുന്നത് ബാലൻസ് ചെക്കിങ്ങുമാണ്. രണ്ട് പ്രോസസ്സുകളും സെയിം ടൈമിലാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ യൂസർ 1ന് തെറ്റായ ബാലൻസ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇതുപോലുള്ള ഡാറ്റ ഇൻകൺസിസ്റ്റൻസി ഒഴിവാക്കാനാണ് എന്ത് ചെയ്യുക പ്രോസസ്സിനെ സിങ്ക്രണൈസ് ചെയ്യുന്നത്. ഇനി എന്താണ് റേസ് കണ്ടീഷൻ എന്ന് നോക്കാം. റേസ് കണ്ടീഷൻ ഒക്കേഴ്സ് വെൻ മോർ ദാൻ വൺ പ്രോസസ് tries to access and modify the same shared data or resource. ഒരു സെയിം ഷെയർഡ് ഡാറ്റയെ ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ ആക്സസ് ചെയ്യുകയും മോഡിഫൈ ചെയ്യുകയും ചെയ്യുമ്പോഴാണെന്ത് റേസ് കണ്ടീഷൻ സംഭവിക്കുന്നത്. ഒരു സെയിം ഷെയർഡ് ഡാറ്റയെ ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ ആക്സസ് ചെയ്യുകയും മോഡിഫൈ ചെയ്യുകയും ചെയ്യുമ്പോഴാണെന്ത് റേസ് കണ്ടീഷൻ ഒക്കർ ചെയ്യുന്നത്. സോ ഇതുവഴി റോങ് റിസൾട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഫിഗറിൽ നോക്കിയാൽ നമുക്ക് 3 പ്രോസസ്സുകൾ കാണാൻ കഴിയില്ലേ. പ്രോസസ് 1, പ്രോസസ് 2 അതുപോലെ തന്നെ പ്രോസസ് 3. പ്രോസസ് 1 എന്താണ് മെമ്മറിയിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യുകയാണ്. പ്രോസസ് 2ഉം അതുപോലെ തന്നെ പ്രോസസ് 3യും മെമ്മറിയിൽ നിന്ന് ഡാറ്റ എന്ത് ചെയ്യാണ് റീഡ് ചെയ്യുകയാണ്. സോ പ്രോസസ് 2നും പ്രോസസ് 3ക്കും റോങ് ഡാറ്റ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നെക്സ്റ്റ് സിങ്ക്രണൈസേഷന്റെ ബേസിൽ പ്രോസസ്സുകളെ 2 കാറ്റഗറി ആക്കിയാണ് തിരിക്കുന്നത്. ഒന്നെന്താണ് ഇൻഡിപെൻഡന്റ് പ്രോസസ്സും പിന്നെന്താണ് കോഓപ്പറേറ്റീവ് പ്രോസസ്സും. ആദ്യം ഇൻഡിപെൻഡന്റ് പ്രോസസ്സ്. ദി എക്സിക്യൂഷൻ ഓഫ് വൺ പ്രോസസ് ഡസ് നോട്ട് എഫക്ട് ദി എക്സിക്യൂഷൻ ഓഫ് അതർ പ്രോസസ്സസ്. ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ അതിന്റെ എക്സിക്യൂഷൻ മറ്റുള്ള പ്രോസസ്സിനെ ഒന്നും അഫക്റ്റ് ചെയ്യാത്ത പ്രോസസ്സാണ് എന്ത് ഇൻഡിപെൻഡന്റ് പ്രോസസ്സ്.
ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ അതിന്റെ എക്സിക്യൂഷൻ മറ്റ് പ്രോസസ്സിനെ ഒന്നും എഫക്ട് ചെയ്യാത്ത പ്രോസസ്സാണ് എന്ത് ഇൻഡിപെൻഡന്റ് പ്രോസസ്സ്. നെക്സ്റ്റ് എന്താണ് കോഓപ്പറേറ്റീവ് പ്രോസസ്സ് അല്ലേ. എ പ്രോസസ് ദാറ്റ് ക്യാൻ അഫക്ട് ഓർ ടു ബി അഫക്റ്റഡ് ബൈ അതർ പ്രോസസ് എക്സിക്യൂട്ടിംഗ് ഇൻ ദി സിസ്റ്റം. ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എക്സിക്യൂഷൻ മറ്റുള്ള പ്രോസസ്സുകളെയൊക്കെ അഫക്റ്റ് ചെയ്യും. അതാണെന്ത് കോഓപ്പറേറ്റീവ് പ്രോസസ്സ്. കാരണം എന്താണ് കോഓപ്പറേറ്റീവ് പ്രോസസ്സിൽ പ്രോസസ്സുകളൊക്കെ ഒരു കോമൺ റിസോഴ്സിനെ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് മെമ്മറി ആവാം, കോഡ് ആവാം, വേരിയബിൾ ആവാം.